ജേസൺ അച്ഛൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല മുന്തിരിമുളകിൻ്റെ തൈകളാണ് ഇന്ന് നമ്മൾ നടാനായിട്ട് പോകുന്നത്. അപ്പോൾ മുന്തിരിമുളകിനെ കുറിച്ചുള്ള വിശേഷങ്ങളാണ് ഇന്ന് നമ്മുടെ വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത്. അതിനുമുമ്പ് ജേസൺ അച്ഛൻ എന്ന ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഏകദേശം മുന്തിരിയുടെ അത്ര വലുപ്പം വരുന്നതും അതുപോലെ തന്നെ നല്ല കറുത്ത കളറും അതുപോലെ തന്നെ നല്ല എരിവുമുള്ള മുളകാണ് മുന്തിരിമുളക്. വീട്ടിലൊക്കെ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കൃഷി രീതിയാണ് മുളക്. അപ്പോൾ നമ്മൾ ഈ ഒരു മുളകിൻ്റെ രീതികളൊക്കെ പരീക്ഷിക്കുക. പല ഇനം മുളകിൻ്റെ വിത്ത് നമുക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങാനായിട്ട് കിട്ടും, അതുപോലെ തന്നെ ഓൺലൈനായിട്ട് വാങ്ങാനൊക്കെ കിട്ടും. അപ്പോൾ അതുപോലെ എൻ്റെ വീട്ടിൽ മുമ്പുണ്ടായിരുന്ന ഒരു മുന്തിരിമുളകിൽ നിന്നാണ് ഇപ്പോൾ ഞാൻ ഈ വിത്ത് ശേഖരിച്ച് മുളപ്പിച്ച് അത് ഈ ഒരു ഗ്രോ ബാഗിനകത്തേക്കായിട്ട് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഗ്രോ ബാഗിനകത്തേക്ക് എങ്ങനെയാണ് തൈ വെക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. വിത്ത് മുളപ്പിക്കുന്നതും അതുപോലെ തന്നെ അത് പാകമായി വരുന്നതും അത് പറിച്ച് നടുന്നതുമായ ഒരു വീഡിയോ ഞാൻ ഷോർട്സ് വീഡിയോ ആക്കിയിട്ട് നമ്മൾ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. വേണ്ടവർക്ക് അത് പോയി കാണാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു തൈ നടാനുള്ള പോട്ട് മിക്സ് സെറ്റാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഏകദേശം ഒരു ഗ്രോ ബാഗിനകത്തേക്കുള്ള പോട്ട് മിക്സ് തയ്യാറാക്കുന്ന വീഡിയോ ആണ് ഞാനിവിടെ കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒരു ബാഗിനകത്തേക്ക് നമ്മൾ തയ്യാറാക്കുന്നതിന് നല്ല കോഴിവളം അതുപോലെ തന്നെ മണ്ണും മാത്രമാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ. കോഴിവളം കമ്പോസ്റ്റ് ചെയ്തിട്ട് മാത്രം ഇട്ട് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ തൈ വെക്കുന്നതിൻ്റെ ഒരു 4 ദിവസം മുമ്പെങ്കിലും മണ്ണിനകത്ത് ഈ കോഴിവളം മിക്സ് ചെയ്തിട്ട് ഗ്രോ ബാഗിനകത്തേക്ക് സെറ്റാക്കി വെക്കുന്നതായിരിക്കും നല്ലത്. എങ്കിൽ മാത്രമാണ് ഈ കോഴിവളത്തിൻ്റെ ചൂട് മാറി ആ മണ്ണിൽ പിടിക്കുകയുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വെക്കുന്ന തൈയിൻ്റെ വേര് അത് നശിപ്പിക്കാനായിട്ട് സാധ്യതയുണ്ട്. ഈ ഒരു ചൂടടിക്കുന്ന സമയത്ത് വേര് കേടുവന്ന് പോകാനുള്ള സാധ്യതയുണ്ട്. ഞാനിപ്പോൾ ഇവിടെ കമ്പോസ്റ്റ് ചെയ്ത കോഴിവളം അതുപോലെ തന്നെ മണ്ണും മാത്രമാണ് മിക്സ് ചെയ്തിട്ട് ഈ ഗ്രോ ബാഗിനകത്തേക്ക് നിറച്ച് കൊടുക്കുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല വളക്കൂറും നല്ല കറുത്ത ഇളക്കമുള്ള മണ്ണായതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ കൃഷി ചെയ്യാൻ വളരെ എളുപ്പമുള്ള ഒരു സാഹചര്യമാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഈ കോഴിവളം അതുപോലെ തന്നെ മണ്ണൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അത് ഗ്രോ ബാഗിനകത്തേക്ക് നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തൈകൾ പറിച്ചെടുക്കണം. നല്ല ആരോഗ്യമുള്ള തൈകൾ പറിച്ചെടുത്ത് നമ്മൾ ഈ ഒരു ഗ്രോ ബാഗിനകത്തേക്ക് നട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല ഈ ഒരു ഗ്രോ ബാഗിനകത്ത് നട്ട് കൊടുത്തതിന് ശേഷം പിന്നീട് നമ്മൾ ദിവസവും വെള്ളം മാത്രം നനച്ചുകൊണ്ടായില്ല, ചില പരിചരണങ്ങൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അതായത് ഒരാഴ്ച കൂടുമ്പോഴോ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ നമുക്ക് മുളക് ചെടിക്ക് പരിചരിച്ച് കൊടുക്കണം. അല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു പ്ലാന്റിന് വെള്ളീച്ചയുടെ ശല്യമൊക്കെ പെട്ടെന്ന് തന്നെ ഉറുമ്പും അതുപോലെ തന്നെ വെള്ളീച്ചയൊക്കെ ബാധിക്കുന്ന ഒരു പ്ലാന്റാണ്, ഒരു ചെടിയാണ് നമ്മുടെ ഈ ഒരു മുളകിൻ്റെത്. അത് ഏത് ഇനത്തിൽപ്പെട്ട മുളകാണെങ്കിലും നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു അണുബാധ ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ 1.5 ആഴ്ച കൂടുമ്പോഴോ ഒരാഴ്ച കൂടുമ്പോഴൊക്കെ നമ്മൾ ഈ ഒരു പരിചരണം നമ്മൾ ചെയ്തു കൊടുക്കേണ്ടതാണ്. അതായത് നമ്മൾ ഈ ഒരു പ്ലാന്റ് വെച്ചതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞാണ് ഞാൻ ഇവിടെ നിങ്ങൾക്കായിട്ട് കാണിച്ചു തരുന്നത് കേട്ടോ. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 ലിറ്റർ വെള്ളത്തിലേക്കുള്ള മിശ്രിതമാണ് കേട്ടോ. എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് എന്നാണ് പറയുന്നത് കേട്ടോ. നമ്മൾ ഈ ഒരു പ്ലാന്റ് വലുതാവുന്നതിനനുസരിച്ച് നമുക്ക് ഇതിൻ്റെ അളവൊക്കെ കൂട്ടാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 ലിറ്റർ വെള്ളത്തിലേക്കുള്ള ചേരുവകളാണ് കേട്ടോ. ഏകദേശം നമ്മളൊരു ബാർ സോപ്പ് എടുത്തിട്ട് അത് ആ ഒരു വെള്ളത്തിൽ അതിൻ്റെ വെള്ള കളർ ആവുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കേണ്ടതുണ്ട്. ഇങ്ങനെ ഈ ബാർ സോപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ സോപ്പിൻ്റെ ലിക്വിഡ് ആയാലും മതി കേട്ടോ. അതിന് ശേഷം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ വെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് 1 അടപ്പ് നീം ഓയിൽ ചേർത്ത് കൊടുക്കണം. പിന്നെ കുറച്ച് അപ്പക്കാരം, അപ്പ സോഡ എന്നൊക്കെ പറയും, അതുപോലെ തന്നെ ബേക്കിംഗ് സോഡ എന്നൊക്കെ പറയും, അത് കുറച്ചുകൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ ഒരു വെള്ളം മിക്സ് ചെയ്തതിന് ശേഷം സ്പെയർ രൂപത്തിലാക്കിയിട്ട് നമുക്ക് അത് അടിച്ചു കൊടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഏകദേശം നമ്മൾ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അടിവശത്ത് എന്തായാലും നനയുന്ന രീതിയിൽ വേണം ചെയ്യാനായിട്ട്. എങ്കിൽ മാത്രമാണ്, അടിയിലാണ് ഈ ഒരു വെള്ളീച്ച പോലുള്ള ശല്യങ്ങളൊക്കെ കൂടുതലായി കാണുക. പിന്നെ അത് അതിൻ്റെ തണ്ടിനെ ബാധിക്കും. അങ്ങനെ മുരടിച്ച് പോവുകയാണ് ചെയ്യുക. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുമ്പോൾ തന്നെ ഒരാഴ്ച ഇടവിട്ട് നമ്മളിങ്ങനെ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒരു കേടും കൂടാതെ ഈ മുളക് ചെടിയൊക്കെ വിളവെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഈ ഒരു ലിക്വിഡ് മിശ്രിതം നിങ്ങൾ മുളകിനൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ വളർന്നു വരുന്നത് വരെ ഒരു കുഴപ്പം ഒരു കേടുപാടും കൂടാതെ തന്നെ നിങ്ങൾക്ക് വീട്ടിൽ മുളക് വിളവെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇനി ഈ ഒരു പ്ലാന്റ് വലുതായതിനു ശേഷം നമ്മൾ ഏകദേശം പൂടുന്നത് മുതൽ നമ്മൾ കായ്ക്കുന്നത് വരെ എന്തൊക്കെ ചെയ്തു കൊടുക്കണം എന്നുള്ള വീഡിയോ നമ്മൾ പിന്നീട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അതായത് പൂവിടുന്ന സമയത്ത് നമ്മളൊരു വളപ്രയോഗം ഒരു ഇതുപോലെ തന്നെ സ്പ്രേ മിശ്രിതം അടിച്ചു കൊടുക്കുകയാണെങ്കിൽ നിറയെ പൂക്കുകയും പൂത്ത എല്ലാ പൂവിലും കാ പിടിക്കുകയും ചെയ്യും. അതിനൊരു പ്രത്യേക തരം മിശ്രിതം നമ്മൾ തയ്യാറാക്കി എപ്പോഴും കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതും അതിനോടനുബന്ധിച്ചുള്ള വളപ്രയോഗങ്ങളൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ജേസൺ അച്ചർ എന്ന ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.